അങ്ങനെ ഓഫീസില് വീണ്ടും ഒരു ഡിസൈനിങ്ങിന്റെ ഇതും കൊണ്ട് ആള് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് കണ്ടിട്ട് ആദർശ് ഓർക്കാണ് നയന തന്നെ ഡിസൈൻ ചെയ്യാൻ നന്നായിരിക്കുമെന്ന് ഓർക്കുമ്പോ ആ ക്ലയന്റ് പറയാണ്, കഴിഞ്ഞ പ്രാവശ്യത്തെ ഡിസൈൻ ഉണ്ടല്ലോ ആ നയന ഡിസൈനർ ചെയ്തത്, ഞങ്ങൾക്ക് അത് തന്നെ മതി, അവര് ചെയ്താലേ ഈ ഡിസൈനും ആപ്റ്റ് ആയിരിക്കുള്ളൂ എന്ന് പറയാണ്. അപ്പോഴേക്കും ആദർശ് ഓർക്കുന്നുണ്ട്, അന്ന് വീട്ടില് വിഷയം ഉണ്ടായത് പിന്നെ നയന ഇങ്ങോട്ടേക്ക് ഡിസൈൻ ചെയ്യാൻ വരില്ലെന്നാണല്ലോ പറഞ്ഞത്, പിന്നെ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ആദർശ് വീട്ടിലേക്ക് പോവാണ്. അതിനുശേഷം നയനയോട് എല്ലാവരും മുമ്പിൽ വെച്ച് പറയുന്നുണ്ട്, നയന, വലിയൊരു കമ്പനിയുടെ പ്രൊജക്ട് വന്നിട്ടുണ്ട്, അത് നീ തന്നെ ഏറ്റെടുക്കണമെന്നാണ് അവരുടെ താല്പര്യം എന്ന് പറയുമ്പോഴേക്കും നയന മുത്തശ്ശിയെ നോക്കുന്നുണ്ട്. കാരണം അവരുടെ മുമ്പിൽ വെച്ച് തനിക്ക് പറ്റില്ല എന്ന് ആദർശിനോട് പറയാൻ വയ്യാത്തതുകൊണ്ട് തന്നെ നയന ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും നവ്യക്ക് ആകെപ്പാട് ദേഷ്യം വരികയാണ്. എന്നിട്ട് അബിയോട് പറയുന്നു, നിങ്ങൾ എന്തിനാ ഓഫീസിൽ പോയി കുത്തിപ്പിടിച്ചിരിക്കുന്നത്, കണ്ടില്ലേ വീട്ടിൽ ഇരിക്കുന്ന അവൾക്ക് പോലും തേടി ഡിസൈനുകൾ വന്നോണ്ടിരിക്കുക എന്ന് പറയുന്നു. അബി പറയാണ്, ഞാൻ എന്താണ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോഴേക്കും നവ്യ പറയുന്നു, ഒന്നും ചെയ്യണ്ട, ഇങ്ങനെ ഇരുന്നാ മതി, എല്ലാം നടക്കും എന്നൊക്കെ പറഞ്ഞ് നവ്യ ദേഷ്യപ്പെടുന്നുണ്ട്. കണ്ടില്ലേ എല്ലാ കാര്യത്തിലും അവൾ എന്നെ മുമ്പിച്ച് പോവാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും ദേവേനെ പറയാണ്, അല്ല ഇത്രയും കാലം നമ്മുടെ കമ്പനിയിലെ ഡിസൈൻ ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നത് ഇവള് കാരണമൊന്നുമല്ലല്ലോ, നമ്മുടെ കമ്പനിയിലെ ഡിസൈനേഴ്സ് ഇല്ലേ അവർ തന്നെയല്ലേ, പിന്നെ ഇപ്പൊ മാത്രം എന്താ പുതിയ പ്രത്യേകത എന്ന് പറയുമ്പോ ആദർശ് പറയാണ്, നയന വന്നേ പിന്നെ ഡിസൈനില് നല്ല മെച്ചം ഉണ്ടായിട്ടുണ്ട്, നമ്മളുടെ വളർച്ചയിലും ഒരുപാട് മെച്ചം ഉണ്ടായിട്ടുണ്ട്, സെയിലും നല്ല മെച്ചം കാണുന്നുണ്ട്, ഒരുപാട് പുതിയ പുതിയ ഡിസൈൻസ് ആണ് നയന ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ പറയുമ്പോഴേക്കും ആർക്കും തന്നെ അങ്ങോട്ട് സൂഹിക്കുന്നില്ല കേട്ടോ. അപ്പോഴേക്കും നയന പറയണ, ആദർശിട്ടാ അത് എനിക്ക് വീട്ടിൽ ഒരുപാട് ജോലിയുണ്ട്, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ എപ്പോ ഓഫീസിലേക്ക് ഒന്ന് ജോലി ചെയ്യാനാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശൻ പറയാണ്, നയനമോളെ, നീ ഈ വീട്ടിലെ വേലക്കാരിയൊന്നുമല്ല, ഈ വീട്ടിൽ നിന്നെ കൂടാതെ ഒരുപാട് സ്ത്രീകളുണ്ട്, അവർക്ക് ജോലി ചെയ്യാൻ പറ്റുമെങ്കിൽ അവർ ജോലി ചെയ്യട്ടെ, അതല്ലെന്നുണ്ടെങ്കിൽ അവരൊരു വേലക്കാരിയെ വെക്കട്ടെ, അല്ലാതെ നീ തന്നെ ജോലി ചെയ്ത് ഇവിടെ കിടന്ന് കഷ്ടപ്പെടണമെന്ന് ആരും പറയില്ല എന്നൊക്കെ മുത്തശ്ശൻ പറയുന്നുണ്ട്. അങ്ങനെ മുത്തശ്ശൻ പറഞ്ഞുകൊണ്ട് തന്നെ നയനയ്ക്ക് അതിന് തീർച്ചയായും പറയാൻ പറ്റുന്നുണ്ട്. നയന സമ്മതിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയനയുടെ ആദർശ്, നമുക്ക് നാളെ തന്നെ പോണം, നാളെ തന്നെ ഡിസൈനിങ് ആരംഭിക്കണം, അവരെ കോൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ നിനക്ക് പറഞ്ഞു തരാം എന്ന് പറയാൻ കേട്ടോ. അപ്പൊ നയന ശരിയെന്ന് പറയാണ്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ നയനയും ആദർശും രാവിലെ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുമ്പോഴേക്കും ജാനകി വന്നിട്ട്, നിൽക്ക് കുറെ നാളെ കൂടിയിട്ട് മോൾ ഓഫീസിലേക്ക് പോയി ജോലി ചെയ്യാൻ പോവല്ലേ, നീ വന്നേന്നും പറഞ്ഞിട്ട് നയനയ്ക്ക് ആരതിയൊക്കെ ഒഴിഞ്ഞിട്ട് അവൾക്ക് നെറ്റിയിൽ ഇങ്ങനെ സിന്ദൂരമൊക്കെ ആ ജാനകി ചാർത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശി പറയാണ്, നീ ചെയ്തതല്ല നല്ലൊരു കാര്യമാണ് ജാനകി, ഒരു വർക്കിന് അവള് പോവല്ലേ, അവള് സന്തോഷമായിട്ട് തിരിച്ചു വരാൻ സാധിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ മുത്തശ്ശിയും അനുഗ്രഹിച്ച് പറഞ്ഞുവിടുകയാണ്. അങ്ങനെ നയനയും ആദർശം കൂടിയിട്ട് ഓഫീസിലേക്ക് പോകുന്നു. അവിടെ ചെന്നപ്പോഴേക്കും അവർ കോൺസെപ്റ്റിനെ കുറിച്ച് അവർ ഡീറ്റെയിൽ ആയിട്ട് നയനയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഡിസൈൻ റെഡിയാക്കി തരാന്ന് പറയുമ്പം അവര് പറയുന്നുണ്ട്, 2 ദിവസം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഡിസൈനിൽ ഏകദേശം ഒരു രൂപം കിട്ടണം, അത്രയും വെയിറ്റ് ചെയ്യാനേ സമയമുള്ളൂ എന്ന് പറയുമ്പം നയന, ഞാൻ ശ്രമിക്കാന്ന് പറയാണ്. അങ്ങനെ നയന എല്ലാരും കൂടെ ആ ഓഫീസിന്റെ ഓരോ ക്യാബിനിൽ പോയി ഇരിക്കുമ്പോഴേക്കും അപ്പൊ അവൾക്ക് അങ്ങോട്ടൊരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല കേട്ടോ. അവളിങ്ങനെ ഒരു കോർണർ തപ്പി നടക്കാണ്. അപ്പൊ ഇത് ആദർശ് കാണുന്നുണ്ട്. ആദർശ് പറയാണ്, നയന നീ ഇങ്ങോട്ട് വാന്നും പറഞ്ഞിട്ട് അവിടെ ഒഴിവുള്ള ഒരു ക്യാബിൻ കാണിക്കുകയാണ്. എന്നിട്ട് ഇനി മുതൽ ഇത് നിന്റെ മുറിയാണെന്ന് പറയുമ്പം നയന, ഈ മുറി എന്റെയാണോ ആദർശം ചോദിക്കുമ്പോൾ അതെ, ഇനി മുതൽ ഇതാണ് നിന്റെ ക്യാബിൻ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അപ്പോൾ തന്നെ അവിടുത്തെ സ്റ്റാഫിനെ ആദർശ് പറഞ്ഞിരുന്നുണ്ട് കേട്ടോ. ഒരു അരമണിക്കൂറിന് ശേഷം അയാള് ഡിസൈനർ നയന ഡിസൈനർ എന്നും പറഞ്ഞിട്ട് ഒരു നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ വെക്കുന്നത് പോലെ നെയിം ബോർഡ് കൊണ്ടുവന്ന് അവളുടെ ടേബിളിൽ വെച്ചിട്ട് അയാൾ പോകുന്നുണ്ട്. അപ്പോഴേക്കും ഇത് കണ്ട് നയന, ഇത് കൊള്ളാൻ ആദർശേട്ടാ, എനിക്ക് ഒരുപാട് സന്തോഷമായി എന്ന് പറയുമ്പോഴേക്കും ഇത് നിന്റെ കഴിവിന് കിട്ടിയ ഒരു അംഗീകാരമാണെന്നും പറഞ്ഞ് ആദർശ് നയനെ സമാധാനിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്തോന്നും പറഞ്ഞിട്ട് ആദർശിച്ച് പോവാണ്. അപ്പോൾ തന്നെ നയന നന്ദുവിനെ വീഡിയോ കോൾ വിളിക്കാണ് കേട്ടോ. ഇത് കണ്ടു എന്നും പറഞ്ഞിട്ട് ആ നെയിം ബോർഡ് കാണിക്കാണ്. അപ്പോഴേക്കും നന്ദു കൊണ്ടിട്ട് കനകത്തിനെയും ഗോവിന്ദനെയും കാണിക്കുന്നു. എന്താ മോളെ, എന്താ വിശേഷം ചോദിക്കുമ്പം ഇത് കണ്ടാമോ എന്റെ കയ്യില് നയന ദാ ഡിസൈനർ എന്ന് പറഞ്ഞ് എഴുതിയതാ എന്നൊക്കെ പറയുമ്പം ആഹാ ഇതൊക്കെ എങ്ങനെ ഒപ്പിച്ചു എന്ന് ചോദിക്കുമ്പം ഇത് മാത്രല്ല, ഈ മുറി കണ്ടോ, മൂർത്തീസ് ജ്വല്ലറിയുടെ കമ്പനിയിലെ എന്റെ ക്യാബിനാണെന്ന് പറയുമ്പോൾ ആണോ മോളെ, ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം എന്നൊക്കെ പറയുമ്പോൾ നന്ദു പറയാണ്, ഓ ചേച്ചി കൺഗ്രാജുലേഷൻസ്, ഇത് ഒരുപാട് സന്തോഷം ചേച്ചി, അപ്പം ചേച്ചിക്ക് ഒരു ജോലിയായല്ലേ എന്ന് പറയുന്നുണ്ട്. 2 ദിവസത്തിനുള്ളിൽ തീർത്തു കൊടുക്കാൻ വേണ്ടി ഒരു വർക്ക് വന്നിട്ടുണ്ട് എന്ന് നയനെ പറയുന്നുണ്ട്. ഗോവിന്ദൻ പറയാണ്, ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് മോള് വർക്ക് ചെയ്തോ, മോക്ക് അതിന് സാധിക്കുമെന്ന് ഗോവിന്ദനും അവളോട് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയനയാണെങ്കിൽ ആ ഒരു ഡിസൈൻസ് ഒക്കെ അവിടെ നിന്ന് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആദർശിന് ആ മുറിയിൽ ക്യാമറ ഉണ്ട് കേട്ടോ. അപ്പൊ ആദർശിന് അതെല്ലാം ഇങ്ങനെ CCTV വഴി കാണാൻ പറ്റും. അങ്ങനെ നയനെ അത് വീഡിയോ കോൾ വിളിക്കുന്നതും ആ നെയിം ബോർഡ് പൊക്കി കാണിക്കുന്നതൊക്കെ അവൻ കാണുന്നുണ്ട്. അവനോർക്കാണ്, അവനിങ്ങനെ ചിരിച്ചുകൊണ്ട് എന്തായാലും കൊള്ളാം, അവൾക്ക് ഒരുപാട് സന്തോഷമായെന്നൊക്കെ അവനിങ്ങനെ ആലോചിക്കുന്നുണ്ട്.
ഇതേ സമയത്ത് തന്നെ കുറെ നേരം വർക്ക് ചെയ്തതിനു ശേഷം അവൾ ഇങ്ങനെ തള്ളനട കിടക്കാണ്. എന്നിട്ട് ആദർശിന്റെ അവിടെ നിന്നൊരു ഫോട്ടോ ഇങ്ങനെ അവള് കയ്യിലെടുത്ത് വെച്ചിട്ട് ആദർശേട്ടാ പറഞ്ഞ എന്തെങ്കിലും ചെയ്യാതിരിക്കോ, പിന്നെ ഇച്ചിരി ജാടയിടണമെന്നൊക്കെ ഞാൻ ഓർത്താണ്. പക്ഷെ എന്ത് ചെയ്യാൻ, അപ്പോഴേക്കും മുത്തശ്ശിയും വന്നല്ലോ എന്ന് പറയാണ്. എന്നിട്ട് ആദർശിന്റെ ആ ഒരു ഫോട്ടോയ്ക്ക് നയന ഉമ്മ എടുക്കുന്നത് കണ്ട് ഞെട്ടലോടെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ആദർശ്. അപ്പൊ ആദർശിനെ പതിയെ എന്തോ പോലെ ഒരു ഗിൽറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് അവനെ ആ ക്യാമറ അവനെ അങ്ങ് CCTV നോക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നീട് നയന വീണ്ടും അവനിങ്ങനെ വരയ്ക്കാൻ തുടങ്ങുന്നുണ്ട്. അങ്ങനെ നയന വരച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം പൂർത്തിയാവാണ്. അപ്പൊ ഏകദേശം പകുതി ആയിട്ടുള്ളൂ കേട്ടോ അവള് ഡിസൈൻ ചെയ്തത്. അങ്ങനെ ഡിസൈൻസ് എല്ലാം കൂടിയിട്ട് അവളൊരു ഫയലാക്കിയിട്ട് അവിടെ അവളുടെ ക്യാബിനിലൊരു ഒരു ഡ്രോ തുറന്ന് അതിൽ വെക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം ആവുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ അങ്ങനെ ആദർശിനോട് തന്നെ നയന ഓഫീസിലേക്ക് വരുന്നുണ്ട്. വന്നതിന് ശേഷം അവൾ വീണ്ടും ആ ഡിസൈൻസ് ഒക്കെ എടുത്ത് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവള് അന്നത്തെ ദിവസം മൊത്തം അതുപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്ത് അവർ പറഞ്ഞ ഡിസൈൻസ് മൊത്തം കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് എന്നിട്ട് നയനോട് ചോദിക്കുകയാണ് എല്ലാം കംപ്ലീറ്റ് ആയെന്ന് ചോദിക്കുമ്പോൾ കംപ്ലീറ്റ് ആയ ആദർശേട്ടാ, നാളെ ക്ലയന്റ് വരുമ്പോൾ എല്ലാം കൊടുക്കാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആദർശ് നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോഴേക്കും മുത്തശ്ശിയൊക്കെ ചോദിക്കുന്നുണ്ട് എന്തായി മോളെ ഡിസൈൻസ് എല്ലാം കഴിഞ്ഞെന്ന് ചോദിക്കുമ്പോൾ കഴിഞ്ഞു മുത്തശ്ശി, ഇനി നാളെ അവര് വരുമ്പോൾ കൊടുക്കാന്ന് പറയണം. എന്തായാലും മോളെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ, ആ ഡിസൈൻ നമുക്ക് തന്നെ കിട്ടുമെന്ന് പറയുമ്പോൾ ജയം പറയുന്നുണ്ട് ആ ഡിസൈൻസ് നമുക്ക് കിട്ടിയാല് അത് വലിയൊരു പ്രോഫിറ്റ് ആയിരിക്കും കമ്പനിക്ക് എന്ന് പറയാണ്. അങ്ങനെ നവ്യ അപ്പോൾ തന്നെ അബിയെയും കൂട്ടിക്കൊണ്ട് മുറിയിലേക്ക് പോയിട്ട് പറയാണ് അബി നാളെ ഒരു കാരണവശാലും ആ ഡിസൈൻ അവരുടെ കയ്യിലെത്താൻ പാടില്ല എന്ന് പറയുമ്പോൾ അബി ചോദിക്കുകയാണ് അതെങ്ങനെ പറ്റും, അതവളുടെ ക്യാബിനുള്ളിൽ അവൾ കൂട്ടി വെച്ചിരിക്കുകയല്ലേ, അത് ആർക്കും എടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പം അത് എടുക്കണം അബി, എടുത്തേ പറ്റുള്ളൂ, എന്ത് ചെയ്തിട്ടാണേലും സാരമില്ല, ആ ഒരു പേപ്പർ അത് എടുത്ത് മാറ്റണം, എന്നിട്ട് കൊണ്ട് കത്തിച്ച് കളയണം, ഒരിക്കലും അവൾക്ക് ആ ഡിസൈൻ കൊടുക്കാൻ സാധിക്കരുത്, നാളെ എല്ലാവരുടെ മുമ്പിലുള്ള നാണം കളണം, ആ ഡിസൈൻസ് അവൾ വരച്ചില്ല എന്ന് പറഞ്ഞ് എല്ലാവരും അവളെ ചീത്ത പറഞ്ഞു എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും അബി പറയുന്നു ഇന്നലെ വരെ വരച്ചതെല്ലാം ആദർശേട്ടൻ കണ്ടു കഴിഞ്ഞതാ, ഇന്ന് വരച്ചത് മാത്രമേ ഉള്ളൂ കാണാത്തത്, അത് ഞാൻ അടിച്ചു മാറ്റുമെന്ന് പറഞ്ഞാൽ നിസ്സാര സംഭവമൊന്നുമല്ല, അത് അവിടെ അങ്ങനെ ആരിലും അറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ എന്റെ ഇപ്പോഴത്തെ പണിയും കൂടെ പോയി ഞാൻ വീട്ടിൽ ചുമ്മാ കുത്തിയിരിക്കേണ്ടി വരുമെന്ന് പറയാണ്. അപ്പോഴേക്കും നവ്യ പറയണ ഓ എന്നാൽ ശരി ആയിക്കോട്ടെ, നിന്റെ തലയ്ക്ക് മീതെ വന്ന് ഹെഡ് ഡിസൈനർ ആയിട്ട് നയനിരിക്കുന്ന നിനക്ക് ചിന്തിക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോഴേക്കും അബി പറയാണ് ഇല്ല അതെനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ വയ്യാന്ന് പറയുന്നു. അപ്പോഴേക്കും നവ്യ പറയാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഒരു കാലത്തും അവൾ ജയിക്കാൻ പാടില്ല എന്ന്, അതുകൊണ്ട് നാളെ തന്നെ നീ പോയിട്ട് ആ ഡിസൈനുകളെല്ലാം അടിച്ചു മാറ്റണം എന്ന് പറയുന്നുണ്ട്. നാളെ രാവിലെ തന്നെ ക്ലയൻസ് ഒക്കെ വരും, അപ്പൊ കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നവ്യ പറയാണ് എങ്കിൽ ഇന്ന് രാത്രി തന്നെ നീ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല, ഇന്ന് രാത്രി തന്നെ എങ്ങനെയെങ്കിലും അകത്ത് കടന്ന് ആ ഡിസൈൻസ് എല്ലാം നശിപ്പിച്ചു കളയണം എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അബി ശരി ഞാനത് ചെയ്തോളാം എന്ന് പറയണം. അത് എന്റെയും കൂടെ ആവശ്യമാണല്ലോ, അവൾ ഒരിക്കലും എന്നെക്കാളും മുകളിൽ വരാൻ പാടില്ല എന്ന് അബി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയന പറയണം നിന്നേക്കാൾ മുകളിൽ അവൾ ഒരിക്കലും വരാൻ പാടില്ല, അതുപോലെ തന്നെ ഈ വീട്ടിലിപ്പോ അവൾക്ക് വലിയൊരു സ്ഥാനമാണ്, അതെല്ലാം തട്ടിത്തെറിപ്പിക്കണം, അവളെ ഈ ഇൻസിഡന്റോട് കൂടിയിട്ട് ആ വലിയ ക്ലയൻസ് ഒക്കെ തിരിച്ച് പിണങ്ങി പോണം, അങ്ങനെ അവൾക്ക് ആദർശിന്റെ കയ്യിൽ നിന്ന് വീട്ടുകാരെ നല്ല ചീത്ത കേൾക്കണം എന്നൊക്കെ ഇങ്ങനെ നദിയും പറഞ്ഞു കേട്ടോ. അപ്പൊ ഇതിന്റെ സെക്കൻഡ് പാർട്ട്, അതായത് അബി ആ ഒരു ഫയല് മോഷ്ടിക്കുന്നതും അവൾക്ക് ക്ലയന്റിന് ആ ഒരു സംഭവം കൊടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം അടുത്ത വീട്ടിലൂടെ ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ. മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.